ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു കിടിലനും ഫേമസുമായിട്ടുള്ള ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പം തന്നെ എല്ലാവരുടെ മനസ്സിലും ആദ്യം തന്നെ വരുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഈ റംസാനിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഒരു നുള്ളി ചോറ് പോലും ബാക്കി വരാതെ പാത്രം കാലിയാകുന്നതും കാണാം. ഇത് നിങ്ങൾക്ക് റൈത്ത അല്ലെങ്കിൽ ബിരിയാണി ഗ്രേവി ആയിട്ട് സെർവ് ചെയ്യാം. നോക്കൂ, ചിക്കൻ എത്ര നന്നായിട്ടാണ് വെന്തിരിക്കുന്നത്, ചിക്കൻ എത്ര സോഫ്റ്റായിട്ടുണ്ടെന്ന് നോക്കൂ. ഞാൻ മിക്കവാറും സൺഡേസ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര ലെങ്തി പ്രോസസ്സാണ്, പക്ഷെ ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. എന്നാൽ പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമുക്ക് 500 ഗ്രാംസ് ചിക്കൻ എടുക്കാം. ചിക്കൻ മീഡിയം സൈസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1-2 ഇഞ്ച് കറുവപ്പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 തക്കോലം, 1 ടീസ്പൂൺ ഷാജീര, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 കപ്പ് തക്കാളി പേസ്റ്റ്, 1 കപ്പ് വറുത്ത ഉള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ പുതിന അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചിക്കനിലൊക്കെ മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നോണം ചിക്കനെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തൈര്, 1/4 കപ്പ് എണ്ണയും കൂടി ചേർത്ത് ഒന്നും കൂടി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ആദ്യം നമ്മൾ പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്തു. ഇപ്പം നമ്മൾ തൈരും എണ്ണയും ചേർത്തിട്ട് ചിക്കനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യേണ്ടത്. ഞാൻ മിക്കവാറും സൺഡേസ് ഈ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. തലേന്ന് രാത്രി തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്നും റൂം ടെമ്പറേച്ചർ ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ ചോറ് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കും. ഇത് നമുക്ക് ഒരു ഫുഡ് റാപ്പ് അല്ലെങ്കിൽ ഒരു അടപ്പ് കൊണ്ട് അടച്ച് നല്ലതുപോലെ സീൽ ചെയ്ത് ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഒരു രാത്രി മുഴുവൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ഞാൻ എന്തായാലും ഈ ചിക്കൻ രാത്രി മൊത്തം വെക്കാൻ പോവാണ്. ടേസ്റ്റിന് ഒരു കുറവും വരാൻ പാടില്ല. പിറ്റേന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ചു മുമ്പേ നമുക്ക് 1/2 കിലോ ബാസ്മതി റൈസ് എടുക്കാം. ഇതിന് നല്ല നീളമുള്ള ബാസ്മതി റൈസ് തന്നെ ഉപയോഗിക്കണം. അരി നമുക്ക് ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 45 മിനിറ്റ് അരി കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നു നോക്കിയാലോ. ചിക്കൻ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ആഹാ, തുറക്കുമ്പോൾ തന്നെ ആ മസാലയുടെ നല്ല മണമാണ് വരുന്നത്. ചിക്കനിൽ ഉപ്പും എരിയും തൈരിൻ്റെ പുളിയും മസാലയും ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നല്ലതുപോലെ ഒന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എത്ര ബ്യൂട്ടിഫുൾ കളറാണ് ഈ മസാലയ്ക്ക്. ഇതിൻ്റെ മണമാണെങ്കിലോ നല്ല സൂപ്പർ മണമാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതൊന്ന് നല്ലതുപോലെ സ്പ്രെഡ്
ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള ചോറ് തയ്യാറാക്കാം. അതിനായി 3-4 ലിറ്റർ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഇഞ്ച് പട്ട, 1 തക്കോലം, 2 പിപ്പല്ലി, 2 ഏലക്ക, 4 ഗ്രാമ്പു, 2-3 കീറിയ പച്ചമുളക്, 1 ബിരിയാണി ഇല, 1 ടീസ്പൂൺ ഷാജീര, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ പോലത്തെ ഒരു ഉപ്പുണ്ടാകണം, എന്നാലേ ചോറിന് ഉപ്പ് കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉപ്പ് ഒരുപാട് വാരി ഇടുകയും ചെയ്യല്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ 45 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമ്മൾ നല്ലതുപോലെ തിളയ്ക്കണം. അരി ഒരു 40% വെന്ത് കഴിഞ്ഞാൽ ഈ റെഡിയായ ചോറ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോ ലെയറായിട്ട് വേണം അരി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ വീണ്ടും തിളയ്ക്കട്ടെ. എന്നിട്ട് ഇതിപ്പം 60% കുക്കായ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഈവനായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില, പുതിന ഇല, ഷാജീര, വറുത്ത ഉള്ളി വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ 80% കുക്കായ റൈസ് ലെയറായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഇങ്ങനെ 40%, 60%, 80% അങ്ങനെ കുക്ക് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും മല്ലിയില, പുതിന ഇല, ഷാജീര, വറുത്ത ഉള്ളി, എന്നിട്ട് കുറച്ച് നെയ്യ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അരി വേവിച്ച വെള്ളം ഒരു 1/4 കപ്പ് ചൂടോടെ മുകളിലായി ഒഴിച്ചു കൊടുക്കണം. എല്ലാം സൈഡിൽ നിന്നും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നമുക്ക് നല്ല ടൈറ്റായിട്ട് അടയ്ക്കാം. ഞാൻ അടപ്പിൻ്റെ സൈഡ്സിലായിട്ട് കുറച്ച് മൈദാമാവ് വെള്ളത്തിൽ കുഴച്ചൊരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്ത് അടയ്ക്കാം. ഇതിപ്പം നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വയ്ക്കാം. നിങ്ങളുടെ അടുത്ത് ചൂട് കനലുണ്ടെങ്കിൽ അത് അടപ്പിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിന് പകരം ഈ കാണിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ബിരിയാണിക്ക് മുകളിൽ നിന്ന് ചൂട് കൊടുക്കാൻ അതിനായി നമ്മൾ ചോറ് ഉണ്ടാക്കിയ ചൂടുവെള്ളം ഒരു ചരുവത്തിലെടുത്ത് അടപ്പിൻ്റെ മേലിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ വെയിറ്റ് അതിനകത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ടൈറ്റായിട്ട് സീലായിട്ടുണ്ട്. അപ്പം ബിരിയാണിക്ക് മുകളിൽ നിന്നും ചൂട് കിട്ടും. ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സിമ്മിലാക്കി 25 മുതൽ 30 മിനിറ്റ് വെക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ദാ റെഡിയായി. ബിരിയാണി റെഡിയായ ഉടനെ തന്നെ അടപ്പ് തുറക്കരുത്. ഒരു 10-15 മിനിറ്റ് അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ബിരിയാണിയുടെ അടപ്പ് തുറക്കാൻ. ബിരിയാണി ഇളക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡിൽ നിന്ന് വേണം നമ്മൾ എപ്പോഴും ബിരിയാണി മെല്ലെ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ചോറ് പൊട്ടിപ്പോകും. അങ്ങനെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നാൽ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.